നിങ്ങളെല്ലാവരും ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവില്ല, നിങ്ങളിൽ പലരും കേട്ടിട്ടില്ലാത്തൊരു കാര്യമാണ് കിർലിയൻ ക്യാമറ. എന്താണ് ഈ കിർലിയൻ ക്യാമറ? അത് ജർമ്മനിയിൽ കണ്ടെത്തിയ ഒരു കിർലിയൻ ഫോട്ടോഗ്രാഫി. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ഓറ ഫോട്ടോഗ്രാഫി, അത് ഫോട്ടോഗ്രാഫി ചെയ്യുന്നതിന് നമ്മൾ കിർലിയൻ ക്യാമറയാണ് യൂസ് ചെയ്യുക. എന്നാൽ നമുക്കെല്ലാവർക്കും തന്നെ, എല്ലാ മനുഷ്യർക്കും ഈ ഓറ കാണാനുള്ള കഴിവുണ്ട്. പക്ഷേ നമ്മളെല്ലാവരും പ്രകൃതിയിൽ നിന്നകന്നിരിക്കുകയല്ലേ. കുഞ്ഞുനാൾ മുതലേ നമ്മൾ കണ്ടീഷൻഡാണ്. നമ്മുടെ വീട്ടുകാരും നാട്ടുകാരും ബന്ധുക്കളും സ്കൂളും അയൽപ്പക്കവും എല്ലാം നമ്മളിങ്ങനെ കണ്ടീഷൻ ചെയ്ത് നമ്മളെ പ്രകൃതിയിൽ നിന്നകത്ത് അകറ്റി. അങ്ങനെ നമ്മൾ യഥാർത്ഥമായ നമ്മെ അറിയുന്നില്ല. അപ്പോൾ നമ്മുടെ സോൾ, നമ്മുടെ യഥാർത്ഥമായ നമ്മുടെ എനർജി എന്താണെന്നും നമ്മിൽ എന്തുമാത്രം കാര്യങ്ങളുണ്ട്, നമ്മൾ ഭൂമിയിൽ സംഭവിക്കുന്ന എല്ലാ അത്ഭുതങ്ങളും വിസ്മയങ്ങളും ആശ്ചര്യങ്ങളും അതിശയോക്തികൾക്കും പിന്നിൽ പ്രവർത്തിക്കുന്ന അതേ ഊർജം തന്നെയാണ് നമ്മിലും പ്രവർത്തിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മിൽ തന്നെ അത്ഭുതവും വിസ്മയവും ആശ്ചര്യം അതിശയോക്തിയൊക്കെ ഉണ്ടെന്നുള്ളതാണ് വാസ്തവികത. പക്ഷെ എന്ത് ചെയ്യാനാ, നമ്മൾ ഭൗതികതയിൽ മെറ്റീരിയൽ വേൾഡിൽ അലിഞ്ഞ് യഥാർത്ഥമായ നമ്മെ നാം മറന്നിരിക്കുകയാണ്. അപ്പോൾ അതിനാൽ ക്ലെയർ വോയിൻസ് എന്ന് പറഞ്ഞാൽ അതൊരു സൈക്കിക് എബിലിറ്റിയാണ്. നമുക്ക് ഓറ, ഊർജ്ജ ശരീരം. ഇപ്പോൾ നമ്മുടെ ദൈവങ്ങളുടെ ചിത്രങ്ങൾക്ക് ചുറ്റും കണ്ടിട്ടില്ലേ ഒരു ലൈറ്റ്, ഒരു എനർജി, ഒരു ഹാലോ എന്ന് പറയുന്ന, അതാണ് എനർജി, അതാണ് ഊർജ്ജ ശരീരം, എനർജി ബോഡി എന്ന് പറയുന്ന സാധനം. അത് നമുക്ക് കാണാൻ സാധിക്കും. സത്യത്തിൽ എല്ലാവർക്കും സാധിക്കും, എല്ലാ മനുഷ്യർക്കും സാധിക്കും, എല്ലാ ജീവജാലങ്ങളുടെയും നമുക്ക് കാണാൻ സാധിക്കും. അതാണ് വാസ്തവികത. പക്ഷേ നമ്മൾ മറിഞ്ഞിരിക്കുകയാണ്. യഥാർത്ഥമായ നാം നമ്മെ ഓർക്കുന്നില്ലല്ലോ. അപ്പം നമ്മിലെ യഥാർത്ഥമായ ഒത്തിരി ഉയർന്ന തലത്തിലുള്ള ശബ്ദങ്ങൾ, ഹയർ ലെവൽ, അങ്ങനെയുള്ള ഫ്രീക്വൻസീസിലുള്ള സൗണ്ട്സ്, വോയിസസ്, നോയ്സസ്, മെസ്സേജസ്, സന്ദേശങ്ങൾ, ഇതിനെല്ലാം നാം അർഹരാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, നമ്മൾ സാധാരണ ജീവിതം നയിക്കുന്ന അവസ്ഥയിലേക്ക് അധപ്പതിച്ചിരിക്കുകയാണ്. യഥാർത്ഥമായ നമ്മെ നാം അറിയുന്നില്ല. അതാണ് ഇത്രയും വിവാദങ്ങളും വിമർശനങ്ങളും, നമ്മുടെ സമൂഹം ഇത്രയും അസ്വസ്ഥത. യഥാർത്ഥമായ നമ്മെ നാം അറിയുകയാണെങ്കിൽ, എപ്പോഴും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, മറ്റുള്ളവരിൽ കുറ്റങ്ങളും കുറവുകളും ആരോപിക്കുന്നവർ അവരവരിൽ തന്നെ കുറ്റവും കുറവുള്ളവരെ അങ്ങനെ ആലോപിക്കുകയുള്ളൂ കേട്ടോ. അതാണ് അതിൻ്റെ സൈക്കോളജിക്കൽ റീസൺ. ഏതായാലും ശരി തന്നെ, ക്ലെയർ വോയിൻസ്, ക്ലെയർ ഓഡിയൻസ്, ക്ലെയർ സെൻറ്റിയൻ. ക്ലെയർ സെൻറ്റ് വെച്ചാൽ നമ്മളൊരു സ്ഥലത്തിൻ്റെ എനർജി, അല്ലെങ്കിൽ ഒരു വ്യക്തി അടുത്തോട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ അവർ അടുത്തോട്ട് നമ്മൾ ചെല്ലുമ്പോൾ, നമ്മൾ അടുത്തൂടെ കടന്നു പോകുമ്പോഴൊക്കെ അവർക്ക് ശരിക്കുമുള്ള അവരുടെ എനർജി എന്താണ്, അവരുടെ വ്യക്തിത്വം എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കഴിവ് നമ്മിലുണ്ട്. അത്തരം സൈക്കിക് എബിലിറ്റീസ് നമുക്ക് ഉണ്ട്. ഏതായാലും ശരി തന്നെ, നമുക്ക് മെഡിറ്റേഷൻ നമ്മുടെ ഉൾക്കാഴ്ച നൽകുന്നതിന് ഏറെ സഹായിക്കുന്നു. ഏതായാലും നമ്മുടെ പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിൽ നമുക്ക് നല്ല നല്ല മെഡിറ്റേഷൻസ് എക്സ്പീരിയൻസ് ചെയ്യാം. ആദ്യമേ നമുക്ക് മനുഷ്യനാകാം, പിന്നെ അല്ലേ നമ്മുടെ സൈക്കിക് എബിലിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നത്. എന്തായാലും വരിക. നന്ദി.